ജയസൂര്യൻ സാർ നമസ്കാരം. സി പി എമ്മുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ നിലപാടുകളുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ആ നിലപാടുകൾ, ഈ പണ്ട് പറഞ്ഞ നിലപാടുകൾ ഒന്നും തന്നെ സി പി എം കുറച്ചു കാലം കഴിയുമ്പോൾ ആവർത്തിക്കുന്നില്ല എന്നുള്ളത് വളരെ രസകരവും ചിന്തിക്കേണ്ടതുമായ കാര്യം തന്നെയാണ്. കാരണം പണ്ട് ഈ പറയുന്നത് പോലെ കമ്പ്യൂട്ടറിനെ തൊഴിൽ തിന്നുന്ന ഭഗൻ എന്ന് വിളിച്ച സി പി എമ്മിന്റെ ഒറ്റ ഓഫീസുകളിൽ പോലും ഇന്ന് കമ്പ്യൂട്ടർ ഇല്ല എന്നുള്ളതും, അവസാനം അത് എ ഐയിലേക്ക് വരെ എത്തിയിരിക്കുന്നു, എന്നിട്ട് നായനാരുടെ വീഡിയോ വരെ പിന്നെ എ ഐയിലൂടെ ഇറക്കിയിരിക്കുന്നു പാർട്ടി എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഞാൻ അങ്ങോട്ട് ചോദിക്കാമെന്ന ചോദ്യം എന്ന് പറയുന്നത്, ബി ജെ പിയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ നയരേഖയിൽ തന്നെ കാര്യമായ വ്യത്യാസം സി പി എം വരുത്തിയിരിക്കുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതായത് ബി ജെ പി എന്ന് പറയുന്നത് ഒരു ഫാസിസ്റ്റ് സർക്കാരോ ഫാസിസ്റ്റ് ഭരണകൂടമോ അല്ല. നരേന്ദ്രമോദിയുടെ കേന്ദ്ര ഭരണകൂടം എന്ന് പറയുന്നത് ഫാസിസ്റ്റായി കണക്കാക്കാൻ കഴിയില്ല. ഒരു നവയുഗ ഫാസിസം എന്ന നിലയിൽ പോലും നമുക്കതിനെ കണക്കാക്കാൻ കഴിയില്ലെന്നും ഒരുപക്ഷെ അതിലേക്ക് പോയേക്കാം എന്നുള്ള വിമർശനങ്ങളൊക്കെയാണ് സി പി എം പറയുന്നത്. സി പി എമ്മിന് എന്താണ്, ബോധമുദിച്ചതാണോ, ഇനി അതല്ല എന്താണ് സി പി എം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? സി പി എം എന്ന് പറയുന്ന പാർട്ടിയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും അതിന്റെ ചരിത്രവും പരിശോധിച്ചാൽ നമുക്കിത് വളരെ വ്യക്തമായി മനസ്സിലാവും. എങ്ങനെയാണ് സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത്? അവിടുത്തെ വിപ്ലവത്തിന് മുന്നിൽ അന്നത്തെ ലെനിൻ അധികാരം തട്ടിയെടുക്കുകയാണ് ഉണ്ടായത് എന്നുള്ളത് സത്യമായിട്ട് നമുക്കറിയാം. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ സംഘടിപ്പിച്ച വിപ്ലവമല്ല, ഒരു ജനകീയ വിപ്ലവത്തിന്റെ മുന്നിൽ ലെനിൻ കയറി നിൽക്കുകയും ഭരണകൂടത്തെ പിടിച്ചെടുക്കുകയും ചെയ്തതിനു ശേഷം ഇത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണെന്ന് പ്രഖ്യാപിച്ചു. തുടർന്ന് ലോകത്ത് 54 രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഏതാണ്ട് അതേപോലെ അധികാരത്തിൽ വന്നു. കേരളത്തിൽ മാത്രം ബാലറ്റിലൂടെ അധികാരത്തിൽ വന്നു. എന്നാൽ ഇന്ത്യയിലും കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നു വരുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു പാരസൈറ്റ് ആണ്, ഒരു പരാന്നഭോജിയാണ്. സ്വന്തമായിട്ട് നിലനിൽക്കാൻ കഴിവില്ല, സ്വന്തമായിട്ട് തലയുയർത്തി നിന്നുകൊണ്ട് അധികാരത്തിൽ എത്താനും കഴിവില്ല. അപ്പോൾ മറ്റുള്ളവരുടെ സഹായത്തെ ഉപയോഗപ്പെടുത്തി തല ഉയർത്തി നിന്നുകൊണ്ട് കുറെ MLA-മാരെയും MP-മാരെയും സൃഷ്ടിച്ച് 2-3 സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വന്നു എന്നുള്ളത് സത്യമാണ്. അത് മാത്രമാണ് സത്യം. അല്ലാതെ ഒന്നാമത്തെ പാർലമെന്റിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്ന പാർട്ടി, അല്ലെങ്കിൽ 100 വർഷം മുമ്പ് ജന്മമെടുത്തു എന്ന് അവകാശപ്പെടുന്ന പാർട്ടി ഇന്ന് തരി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നുള്ള അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതിന്റെ യഥാർത്ഥ കാരണം ഇവർക്ക് തനതായിട്ടുള്ള നിലനിൽപ്പില്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യ മുന്നണി. 75 വർഷക്കാലം വർഗശത്രുവായി ബൂർഷ്വായായി കണ്ട പാർട്ടിയാണ് കോൺഗ്രസ്. സി പി എമ്മിനും സി പി ഐക്കും ഒരേ അഭിപ്രായമായിരുന്നു. കോൺഗ്രസ് എന്ന് പറയുന്നത് വർഗശത്രുവാണ്, വർഗശത്രുവിനെ ഇല്ലാതാക്കണം, അത് ബൂർഷ്വാ പാർട്ടിയാണ്, അതുകൊണ്ട് അത് വേണ്ട. ഇന്നിപ്പോൾ എന്താ അവസ്ഥ? ഏത് പാർട്ടിയാണോ 75 കൊല്ലം തള്ളിപ്പറഞ്ഞത് അതേ പാർട്ടിയുടെ ഘടകകക്ഷിയായി ഇന്ത്യ മുന്നണിയിൽ ഇരിക്കാൻ സി പി എമ്മിനോ സി പി ഐക്കോ യാതൊരു നാണക്കേടുമില്ല. പക്ഷെ ഇപ്പൊ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇത് അധിക കാലത്തേക്ക് ഉണ്ടാവില്ല. കോൺഗ്രസ് ഏതാണ്ട് അസ്തമിച്ചു കഴിഞ്ഞു. ഇനി നിലനിൽക്കണമെങ്കിൽ മറ്റൊരു താങ്ങുമരം വേണം. അത് ഇന്ത്യയിൽ ബി ജെ പി ആണ്. അതുകൊണ്ട് ഇനി ബി ജെ പിയുടെ ഘടകകക്ഷിയാവുക എന്നുള്ളത് സി പി എമ്മിന്റെയും സി പി ഐയുടെയും ലക്ഷ്യമാണ്. അതിനുള്ള നടപടിക്രമങ്ങളിലെ ആദ്യത്തെ നടപടിക്രമമാണ് ഇപ്പോൾ ബി ജെ പി ഫാസിസ്റ്റ് പാർട്ടി അല്ല എന്നുള്ള പ്രഖ്യാപനം. അതായത് അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിക്കെതിരെ ആഞ്ഞടിക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല, ബി ജെ പിയെ ഫാസിസ്റ്റ് എന്ന് വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ മയത്തിലുള്ള നയപരമായിട്ടുള്ള ഒരു ദൂരം കാത്തു സൂക്ഷിക്കും. അടുത്തതിന്റെ പിന്നത്തെ പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ ഞാൻ അടിവരയിട്ട് പറയുന്നു, CPIM എന്ന് പറയുന്ന പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ ബി ജെ പിയുടെ ഘടകകക്ഷിയായിരിക്കും. നമുക്കിപ്പോൾ ഇത് കേട്ടാൽ വിശ്വസിക്കാൻ തോന്നില്ല. ഞാൻ വിശ്വസിക്കാൻ കാരണം, ഇതുപോലെ എനിക്കും എന്റെ ചെറുപ്പകാലത്ത് CPM കോൺഗ്രസിനോടൊപ്പം കൂടുമെന്ന് കേട്ടാൽ വിശ്വസിക്കാൻ തോന്നിയില്ല. അന്ന് ആരും വിശ്വസിച്ചില്ല. പക്ഷെ ഇന്ന് നമ്മളത് കണ്ടു. കേരളം കഴിഞ്ഞ് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും CPM-ന്റെ കൊടി, കോൺഗ്രസിന്റെ കൊടി ഒന്നിച്ചു കെട്ടുന്നു. ഒരേ ഫ്ലെക്സ് ബോർഡില് രണ്ടുപേരുടെയും ചിഹ്നങ്ങൾ ഒന്നിച്ചു വെക്കുന്നു, നേതാക്കന്മാർ ഒന്നിച്ച് പ്രസംഗിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ് പാർട്ടി നാമാവശേഷമായാൽ അതിന്റെ അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിയുടെ ഘടകകക്ഷിയായി ഞങ്ങളും ഹിന്ദുത്വ പാർട്ടിയാണ്, ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോ മുഴുവൻ ഹിന്ദുക്കളാണ്, 25 തവണ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയപ്പോൾ അത് 25 തവണയും ഞങ്ങൾ ഹിന്ദുക്കൾക്കാണ് കൊടുത്തത് എന്നെല്ലാം പറഞ്ഞ് ബി ജെ പിയെ തോൽപ്പിക്കുന്ന ഹിന്ദുത്വ പ്രഖ്യാപനവുമായിട്ട് CPM രംഗത്ത് വരികയും ഹിന്ദു വോട്ട് ബാങ്കിന്റെ ഒരു വിഭാഗം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളും ഹിന്ദു പാർട്ടിയാണ്, ഒരുപക്ഷെ ബി ജെ പിയേക്കാൾ ശിവസേനയേക്കാൾ കനത്ത ഹിന്ദുത്വം ഞങ്ങളുടെ കയ്യിലാണുള്ളതെന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് അവർ രംഗത്ത് വരും. ഒരു സംശയവും വേണ്ട, 10 വർഷത്തിനകം
CPM BJPയുടെ ഘടകകക്ഷിയായിട്ട് മാറും, അധികാരം പങ്കിടും. അതിനുള്ള സാധ്യത, അതിനുള്ള തുടക്കമാണ് BJP ഫാസിസ്റ്റ് കക്ഷിയല്ല എന്നുള്ള പ്രഖ്യാപനം. അപ്പോൾ ഒരു സംശയമുള്ളത്, ഈ പറയുന്നത് പോലെ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രീണന രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് CPM തന്നെയാണെന്ന് നമുക്കൊരു സംശയവുമില്ലാതെ പറയാൻ കഴിയും. അപ്പോൾ ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മറന്നുകൊണ്ട് തങ്ങളുടെ ആവശ്യം വരുമ്പോൾ, അതായത് ഇവിടെ ഒരു ഭാഗത്ത് കോൺഗ്രസ് തകർന്നു കഴിഞ്ഞാൽ ഇനി രക്ഷ NDAയിൽ മാത്രമേ ഉള്ളൂ എന്ന് കരുതി ആ ഭാഗത്തോട്ട് CPM വരുമെന്നാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ CPMന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ മുസ്ലിം വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിലാണ്. ഏറ്റവും വലിയ മുസ്ലിം വോട്ട് ബാങ്ക് മുസ്ലിം ലീഗ് തന്നെയാണ്, സംശയമില്ല. പക്ഷെ മുസ്ലിം ലീഗ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ട് സമ്പാദിച്ച പാർട്ടി അല്ലെങ്കിൽ വാങ്ങിച്ചെടുക്കുന്ന പാർട്ടി CPM ആണ്. പക്ഷേ മറുവശത്ത് ഇപ്പോൾ PC ജോർജ് വിഷയം പോലെയുള്ള വിഷയങ്ങൾ ആളിക്കത്തുമ്പോൾ ക്രൈസ്തവ വോട്ടുകൾ BJPയോടൊപ്പം പോകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ കേരളത്തിലൊരു ഹൈന്ദവ ക്രൈസ്തവ കൺസോളിഡേഷൻ ഉണ്ടായാൽ പിന്നെ അവശേഷിക്കുന്നത് മുസ്ലിം വോട്ട് ബാങ്കും CPM മാത്രമാണ്. എന്നാൽ CPMന്റെ അണികളിൽ നിന്നും CPIയുടെ അണികളിൽ നിന്നും വൻതോതിലുള്ള കൊഴിഞ്ഞുപോക്ക് ഇപ്പോൾ BJPക്ക് അനുകൂലമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ CPMന്റെ വോട്ട് ബാങ്കും ഇസ്ലാമിക തീവ്രവാദി വോട്ട് ബാങ്കും ന്യൂനപക്ഷമായി മാറും. അപ്പോൾ പിന്നെ അധികാരം കിട്ടില്ല, അധികാരത്തിൽ വരുന്നത് മറ്റു വല്ലവരുമായിരിക്കും. അപ്രകാരം BJP കേരളത്തിൽ അധികാരത്തിലേക്ക് വരാനുള്ള സാഹചര്യം വന്നാൽ അതിനു മുമ്പ് BJPയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ മുസ്ലിം തീവ്രവാദികളെ തള്ളിക്കളയും. അന്ന് മുസ്ലിം തീവ്രവാദത്തിനെതിരെ BJPയേക്കാൾ ശക്തമായി നിലപാടെടുക്കുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും CPIM ആയിരിക്കും. അന്ന് മുസ്ലിമിനെ തള്ളിക്കളയും, മുസ്ലിമിനെതിരായിട്ട് വരും. ഇന്ന് കാണിക്കുന്ന മുസ്ലിം പ്രീണന പരിപാടിയെല്ലാം മാറി ഹിന്ദു പ്രീണനത്തിലേക്ക് കാര്യങ്ങൾ വരും. അതായത് ഇന്ന് എങ്ങനെയാണോ മുസ്ലിം പ്രീണനത്തിലൂടെ മുസ്ലിം വോട്ട് ബാങ്കിനെ വിള്ളൽ വീഴ്ത്തിയത്, അതിനേക്കാൾ ഭംഗിയായി ഹിന്ദു പ്രീണനം നടത്തി ഏറ്റവും വലിയ ഹിന്ദു വർഗീയ പാർട്ടി ഞങ്ങളാണ് എന്ന് സ്വയം മുദ്രയെടുത്ത് സ്വന്തം കഴുത്തിലിടുന്ന പാർട്ടിയായി 10 വർഷത്തിനകം CPM മാറും. ഇല്ലെങ്കിൽ CPM ഇല്ലാതാവും. അതുകൊണ്ട് നിലനിൽപ്പിന് അധിഷ്ഠിതമായിട്ടുള്ള വൈരുദ്ധ്യവാദമൊക്കെ അന്നേരം കൊണ്ടുവരും. അതൊക്കെ കൊണ്ടുവരാനുള്ള ഗോവിന്ദന്മാരൊക്കെ അതിനകത്തുണ്ടല്ലോ, അതൊക്കെ വിശ്വസിക്കാനുള്ള കോന്തന്മാര് പാർട്ടിക്കകത്തും ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഇവിടെ നടന്നോളും. ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കും. ഏതായാലും ഒരു കാര്യം ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട് 10 വർഷത്തിനകം CPM BJPയുടെ ഘടകകക്ഷിയായി മാറുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും അത് അങ്ങ് പറയുമ്പോൾ വിശ്വാസയോഗ്യമാണെന്ന് തോന്നാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ അടുത്ത് ഗോവിന്ദ മാഷ് ഒരു കാര്യം പറഞ്ഞു. അതായത് AI എന്ന് പറയുന്നത് സോഷ്യലിസം കൊണ്ടുവരുന്ന ഒരു സംഗതിയാണെന്നും AI വളരെ മികച്ചതാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. പിന്നീട് അദ്ദേഹം പറഞ്ഞത് നേരെ തിരിച്ചു, അതായത് AI ഒരു ബൂർഷ്വാ സങ്കല്പമാണ്, ഒരു ബൂർഷ്വാ പ്രൊഡക്റ്റാണ് AI എന്ന് പറയുകയുണ്ടായി. ഇതൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക്, അങ്ങനെ ന്യായീകരിക്കാൻ കഴിയുന്ന ആളുകൾക്ക് ഒരു രാഷ്ട്രീയ മാറ്റത്തെ ന്യായീകരിക്കാൻ CPMന് വല്ല പണിയുണ്ടാവില്ല, വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലെ? അതെ, യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതായത് ഏത് കാര്യത്തെ എങ്ങനെ മുളച്ചൊടിച്ച് പറഞ്ഞാലും അത് വിശ്വസിക്കുന്ന തിരുമണ്ടൻ അണികൾ CPMനുണ്ട്. സ്വന്തം തലച്ചോറ് പണയം വെച്ചിട്ടാണ് CPMനകത്ത് ഓരോരുത്തരും കയറുന്നത്. ഇപ്പോ എനിക്ക് പല സഹാക്കന്മാരുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. അപ്പൊ അവര് പറയും, പേടിച്ചിട്ടാണ് ദേശാഭിമാനി വരുത്തുന്നത്, പേടിച്ചിട്ടാണ് പാർട്ടിക്കകത്ത് നിൽക്കുന്നത്. സത്യത്തിൽ ഇത് ശുദ്ധ തട്ടിപ്പാന്ന് ഞങ്ങൾക്കും അറിയാം. പക്ഷെ ഗത്യന്തരമില്ല. ഇല്ലെങ്കിൽ സ്ഥലം മാറ്റം, ഭീഷണി, ബാങ്കിൽ നിന്ന് എടുത്ത് ലോൺ തിരിച്ചടക്കണമെന്നും പറഞ്ഞ് ബഹളം തുടങ്ങും, ജപ്തി നടപടി, ട്രേഡ് യൂണിയനകത്താണെങ്കിൽ പണി കിട്ടാതെ വരും. അതുകൊണ്ട് പേടിച്ചിട്ടാണ് സാറേ ഞങ്ങൾ ഇതിനകത്തൊക്കെ നിൽക്കുന്നത്, ഇതിനോട് യാതൊരു കൂറുമില്ല എന്ന് തുറന്നു പറയുന്നവരാണ് 90% CPMന്റെ അണികളും. പക്ഷെ അവർ ഒരു ദിവസം പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറി നമ്മൾ പശ്ചിമ ബംഗാളിൽ കണ്ടു, ത്രിപുരയിൽ കണ്ടു. അത് തന്നെ കേരളത്തിൽ ആവർത്തിക്കും. തീർച്ചയായിട്ടും. എന്തായാലും CPMുമായി ബന്ധപ്പെട്ട് CPMന്റെ ആശയധാരയിൽ തന്നെ ചില കാര്യങ്ങളൊക്കെ CPM തിരിച്ചറിയുന്നുണ്ട്. നിരന്തരമായി കേന്ദ്ര സർക്കാരിനെതിരെ ഫാസിസ്റ്റ് ഭരണകൂടം, തീവ്രവാദ ഭരണകൂടം എന്നൊക്കെ വിളിച്ച് നടത്തിരുന്ന CPM ആണ് ഇത്തരം ഒരു നയരേഖയിൽ തന്നെ ഒരു തിരുത്തൽ വരുത്തിയിരിക്കുന്നത് എന്ന് ഏറെ ശ്രദ്ധേയമാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ഭാവിയിൽ ഇത്തരത്തിലൊരു NDAയുടെ ഘടകകക്ഷിയായിട്ടൊക്കെ CPM മാറുമെന്ന് അങ്ങ് പറയുന്നതിൽ വലിയ അത്ഭുതമുണ്ട് എന്ന് ഞാനും കരുതുന്നില്ല. ഒരുപക്ഷെ അങ്ങനെയും സംഭവിച്ചേക്കാം. രാഷ്ട്രീയമാണല്ലോ, രാഷ്ട്രീയത്തിൽ ആരും സ്ഥിരമായ ശത്രുക്കളില്ല എന്നാണ് പറയുക. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.